മാനന്തവാടി നഗരത്തിലെ ഒരു നഗരവനമാണത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നൊരു വെച്ച് പിടിപ്പിച്ചൊരു നഗരവനത്തിലൂടെ ഈ യാത്ര തുടങ്ങുകയാണ്. കുറേ വർഷങ്ങളായി ഇവിടെ ഈ നഗരവനം ഇങ്ങനെ ഒരു രീതിയിലൂടെ കൊണ്ടുവന്നിട്ട്. എൻ്റെ ഓർമ്മയിൽ ഇത് ഒരു കാട് കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു. ഒരു ഫോറസ്റ്റ് ഓഫീസുകൾ, അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ മാനന്തവാടി ഫോറസ്റ്റ് പരിധിയിലെ തടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ലേലം വിളിച്ച് വിൽക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ രീതിയിലത് നഗരവനമാക്കിയത്. അത്യാവശ്യം വരുമാനമൊക്കെ ഫോറസ്റ്റിനിവിടെ കിട്ടുന്നുണ്ട്. ശനി ഞായറൊക്കെ നല്ല ആൾത്തിരക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ എനിക്കിവിടെ കയറാൻ പറ്റിയില്ല. ആദ്യമായിട്ടാണ് നഗരവനത്തിനുള്ളിൽ കയറുന്നത്. ഒരു കാടിൻ്റെ ഉള്ളിൽ വന്നൊരു ഫീലിംഗാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടപ്പോൾ മഴ കയറാൻ തുടങ്ങി. മഴയും കൂടെ പെയ്തപ്പോൾ വല്ലാതെ കൊതുക് ശല്യമായിട്ടുണ്ട്. കാടായതുകൊണ്ട് കൊതുകിൻ്റെ കളിയാണ്. നല്ല മഴയാണ്. നഗരവനം കാണാൻ നല്ല രസമുണ്ടല്ലേ? നഗരം പ്രകൃതി അത്ര മനോഹരമല്ലടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരിയായ സ്ത്രീയെ പോലെയാണ്. കണ്ടാലും മതി വരാത്ത മനോഹാരിത. നമ്മൾ ഈ നടന്നു വന്ന സമയത്തല്ലേ ഈ മഴ വന്നേ? അതെ, സ്വാഭാവികമാണ്. മഴ പെയ്ത് പറഞ്ഞ എന്നെ പോലെയുള്ള നല്ല മനുഷ്യർ കൂടെ ഉണ്ടാകുമ്പോൾ മഴ പെയ്യും. മഴ പെയ്ത് വന്ന പറഞ്ഞ കൊതുകങ്ങ് കടിക്കാൻ തുടങ്ങി. എന്താ കാരണം? കൊതുക് എന്ന് പറഞ്ഞാൽ കൊതുകിൻ്റെ വർഗത്തിൽ പെൺകൊതുകുകളാണ് കടിച്ച് ചോര കുടിച്ച് ജീവിക്കുന്നത്. ആൺകൊതുകുകൾ അധ്വാനിച്ച് പ്രകൃതിയിലെ ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും നീരൂറ്റിയാണ് അവർ ജീവിക്കുന്നത്. 25 മുന്നേ ഉണ്ട്. 25 മുമ്പേ ഉണ്ട്. പണ്ട് കാലഘട്ടവും ഇങ്ങനെ തന്നെയാണ് ഈ ഫോറസ്റ്റ് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? അതെ, പണ്ട് കാലഘട്ടങ്ങളിൽ ഫോറസ്റ്റ് നിറച്ചും കാടായിരുന്നു. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് വെച്ച് പിടിപ്പിച്ച ഇതാണോ? ഫോറസ്റ്റ് ആക്കിയതാണോ? സ്വാഭാവിക മരങ്ങളല്ല, വെച്ച് പിടിപ്പിച്ചാണ്. പണ്ട് കാലത്ത് ഇത് തരിശു ഭൂമിയായിരുന്നോ? അല്ലല്ലോ. നിന്റെ ഓർമ്മയിൽ? എൻ്റെ ഓർമ്മയിൽ എനിക്ക് അത്ര മാത്രം പ്രായമില്ലല്ലോ. പിന്നെ പണ്ട് കാലങ്ങളിൽ ഈ താഴെ നാട്ടുകാർ പറയും, വയനാട്ടുകാർ എപ്പോഴും ഈ മരങ്ങളിലുള്ള തൂങ്ങിയാണ്, വള്ളികളിൽ തൂങ്ങിയാണ് സഞ്ചരിക്കുക. അതിൻ്റെയൊക്കെ ഓർമ്മ പുതുക്കാനെന്ന പോലെ കണ്ടോ കയറ് കടിച്ചു നോക്കണ ഒരു മരം വീണ് കിടക്കുന്നൂടാ. കാലപ്പഴക്കം കൊണ്ട് വീണതായിരിക്കാം. തീ വീണ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. പ്രായമായ മനുഷ്യനും മരം എല്ലാം ഒരേപോലെ വീഴൂടാ. കണ്ട, ഞാനിതിൽ വേറൊരു ഹൈലൈറ്റ് കാണിച്ചുതരാം. ഈ മനുഷ്യൻ അവൻ്റെ വൃത്തികെട്ട സ്വഭാവം മാറ്റൂല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ അവിടെ പ്ലാസ്റ്റിക്കുകൾ കാര്യങ്ങളൊന്നും ഇതിലിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകൃതിയെ നശിപ്പിക്കരുതെന്ന്. പക്ഷെ അവൻ്റെ വൃത്തികെട്ട സ്വഭാവം മാറ്റൂല എന്നുള്ളതിന് തെളിവുണ്ടോ? ഈ മരത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയിട്ടിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലും ഈ ബിങ്കോയുടെ കവറും കൊണ്ടിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബോട്ടിൽ ഇവർ ഫോറസ്റ്റുകാർ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ കൊണ്ട് നിക്ഷേപിക്കേണ്ടതിന് പകരം ഇത് അവിടെ ഇവിടെ അലസമായിട്ട് വലിച്ചെറിയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതെടുത്തിട്ട് നമുക്ക് ആ വേസ്റ്റ് ബിന്നിൽ ഇടാം. അപ്പം നമ്മൾ ഇവനെവിടെ യൂസ് മീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവനെന്താക്കാം? നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫോളോ മീ. അതാണ് നമ്മുടെ കോബ്ര, മൂർഖൻ എന്ന് പറയുന്ന ആള്. പിന്നെ അതിൻ്റെ മുകളിലുള്ളതാണ് വരയൻ പവിഴപ്പാമ്പ്, സ്ട്രിപ്പ്ഡ് കോറൽ സ്നേക്ക്. അത് നമ്മളെ വയൽ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരാം. ആ സാധനത്തിന് പവിഴപ്പാമ്പിൻ്റെ പല കളറുകളും കാണാം. ഇപ്പം അതിൽ കാണുന്ന റെഡ്, അതേപോലെ മഞ്ഞയുള്ളതുണ്ടാവും, ചിലപ്പോൾ ലൈറ്റ് പച്ച കളറുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പുറത്തുള്ളത് പിന്നെ കാറ്റ് സ്നേക്ക്,
പൂച്ചക്കണ്ണൻ പാമ്പ് അത് വിഷമില്ലാത്തത്. ഇനി ഇതാ നമ്മളെ കാട്ടു നീർക്കോലി. പിന്നെ ഇത് ചോലമണ്ഡലി മലബാർ പറയും. അത് കരിമൂർക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ ശരീരത്തിൻ്റെ നിറം മാറി വരും. പിന്നെ അപ്പുറത്തുള്ളത് തിരുവിതാംകൂർ വെള്ളി വരൻ. അവൻ തിരുവിതാംകൂർ എന്നൊക്കെ പറയുമ്പോൾ ഹൈലൈറ്റഡ് ജാതിയിൽപ്പെട്ടാന്ന് തോന്നുന്നു. പിന്നെ ഇതാ മുഴമൂക്കൻ കുഴിമണ്ടലി. അതിന് പിന്നെ മൂമാക്കു എന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറയും. അതും നമ്മളെ ചേനത്തണ്ടൻ്റെ ഒക്കെ ഇനത്തിൽപ്പെട്ട സാധനമാണ്. ഈ വനപ്രദേശങ്ങളിൽ ചിലപ്പോൾ പല കളറിലൊക്കെ കാണാം. ചിലപ്പം അത് നിൽക്കുന്ന അതിനെ സാധിക്കും. ചിലപ്പം മരത്തിൻ്റെ അടുത്തൊക്കെ ചിലപ്പം പച്ച കളറിലൊക്കെ ചിലപ്പോൾ നമ്മളതിനെ കാണാൻ കഴിയും. പിന്നെ ഇതാണ് നമ്മളെ രാജാവ്, കിങ് കോബ്ര, ഉയർന്ന വിഷമുള്ളത്. ഇവൻ നമ്മളെ സാധാ പച്ചിലപ്പാമ്പ്. പിന്നെ നമ്മളെ തെയ്യം പാമ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കാരണം ഒന്നിനെ കൊന്നാൽ 7 എണ്ണം വരുന്നൊക്കെ പറയുന്നില്ല നമ്മൾ. ആ സാധനങ്ങൾ അതെപ്പോഴും കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുക. ഇതാണ് നാഗത്താം പാമ്പ്, പറക്കും പാമ്പ്. ഇതിനെയും നമ്മൾ ചിലപ്പം കൂട്ടമായിട്ടൊക്കെ കണ്ടെന്ന് വരാം. ചിലപ്പോൾ വീടുകളിലൊക്കെ ഒന്ന് താമസിക്കും ആശാൻ. കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പേടിച്ചൊക്കെ തോന്നും. പക്ഷേ വലിയ ആളെ നമ്മളെ കൊല്ലാൻ പാകത്തുള്ള വിഷമൊന്നും ആശാനില്ല. ഇപ്പോഴാണ് ശരിക്കൊരു കാടിന്റെ വൈബ് വന്നല്ലേ. കാപ്പി വന്നു കഴിഞ്ഞാൽ നാടിൻ്റെ വൈബല്ല വരിക. കാപ്പിന്റെ കാര്യം ഇവിടെ നോക്കണം. വലിയ വലിയ കൂറ്റം മരവും ഇന്നും വലിയ മരങ്ങളൊന്നും. പിന്നെ നോക്ക്, പിന്നെ ഇടയിൽ ഫുള്ള് കാപ്പി ചെടിയാണ്. എടാ ഇത് പുറത്തേക്കുള്ള വഴിയാടാ. നമ്മളിത് ഇവിടുന്ന് നടന്ന് അപ്പുറത്തെത്തും. എന്നല്ലേ പറഞ്ഞു. നിന്റെ ഈ ചുമ മാറിയില്ലല്ലേ? ചുമ മാറിക്കോളൂ. വനയാത്രാ വേളകളിൽ തൊട്ടടുത്ത റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ കോൺടാക്ട് നമ്പർ സേവ് ചെയ്ത് സൂക്ഷിക്കുക. മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി കുടുങ്ങി കഴിഞ്ഞിട്ട് ഏത് റാപ്പിഡ് ഫോമിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? നീ പെട്ടിട്ടില്ലല്ലോ. ഞാൻ വണ്ടിയും കൊണ്ട് ടയർ പൊട്ടിച്ച് കിടന്നു.